സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ് തുടർക്കഥയാകുന്നു. വ്യാജ കോടതിയെയും സാക്ഷിയെയും സൃഷ്ടിച്ച് മട്ടാഞ്ചേരി സ്വദേശിയായ സ്ത്രീയിൽ നിന്ന് 2,88,00,000 രൂപയാണ് തട്ടിയെടുത്തത്. ജെറ്റ് എയർവേസ് സാമ്പത്തിക തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പിന് കളമൊരുക്കിയത്. ഇതിനിടെ ഫാർമസ്യൂട്ടിക്കൽ ഉടമയിൽ നിന്ന് 25 കോടി തട്ടിയതിന്റെ ഉറവിടം സൈപ്രസ് ആണ് എന്ന് കണ്ടെത്തി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൊച്ചിയിൽ 4 കേസുകളിലായി 30 കോടി രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണുവാണ് ഈ തട്ടിപ്പിന്റെ കഥ. അത് എത്രത്തോളം എങ്ങനെയാണ് ആ തട്ടിപ്പ് നടത്തിയത് എന്നതിൻ്റെയൊക്കെ വിശദമായ വിവരങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത് വിഷ്ണുവാണ്. വ്യാജ കോടതിയും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വീട്ടമ്മയെ കബളിപ്പിച്ചാണ് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തത്. ഇത് തുടർക്കഥയാവുകയാണ്. പ്രത്യേകിച്ച് കൊച്ചിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തന്നെ എത്രയോ തട്ടിപ്പുകൾ ഇതുപോലെ നടന്നിരിക്കുന്നു എന്നതാണ്. അനുജ, കൊച്ചിയിൽ ഈ സൈബർ തട്ടിപ്പ് അനുദിനം വർദ്ധിച്ചു വരികയാണ്. അതിന്റെ ഏറ്റവും ഭീകരമായ വെർഷനാണ് ഈ വീട്ടമ്മക്ക് സംഭവിച്ചത്. വെർച്വൽ അറസ്റ്റിന്റെ പേരിലാണ് അവരിൽ നിന്ന് 2,88,00,000 രൂപ ഈ തട്ടിപ്പ് സംഘം അപഹരിച്ചത്. അവരെ ഈ ജെറ്റ് എയർവേസിന്റെ കുംഭകോണ കേസിൽ അവർ പങ്കാളിയാണ് എന്ന് പറഞ്ഞായിരുന്നു ഇവർ ബന്ധപ്പെടുന്നത്. 2 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ 25 ലക്ഷം രൂപ കമ്മീഷനായി ലഭിച്ചു. അതാണ് നിങ്ങൾക്കെതിരെ മുംബൈ പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR എന്നാണ് അവരോട് പറഞ്ഞത്. അവരെ അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവർ വിർച്വലായി ഒരു കോടതി മുറിയിലേക്ക് എത്തിച്ചു എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അവിടെ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു, ഒരു വക്കീലുണ്ടായിരുന്നു, അവർക്കെതിരെ സാക്ഷി പറയാൻ ഒരു യുവതിയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ വിശ്വാസത്തിലെടുക്കുന്നത്. ഇത് തട്ടിപ്പ് സംഘമല്ല എന്ന് വിശ്വാസത്തിലെടുക്കുന്നത്. മകളെ ഈ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞതോടുകൂടിയാണ് പണം നൽകാൻ തീരുമാനിക്കുന്നത്. 10 ട്രാൻസാക്ഷനുകൾ നടത്തി അതിലാണ് ഈ 2 കോടി രൂപ നൽകിയത്. ഏറ്റവും ദൗർഭാഗ്യകരമായ അല്ലെങ്കിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ പണമെല്ലാം നൽകിയ ശേഷം വീണ്ടും ഒരു 30 ലക്ഷം രൂപ അവർ ഈ വീട്ടമ്മയോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, ഇനി എന്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ നിങ്ങൾ പറയുന്നൊരിടത്ത് ഞാൻ വരാം, വന്ന ശേഷം എന്റെ ഏതെങ്കിലും അവയവം, കിഡ്നിയോ അല്ലെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് ഈ 30 ലക്ഷം രൂപക്ക് വിൽക്കാം എന്ന് വരെ ഈ വീട്ടമ്മ ഈ തട്ടിപ്പ് സംഘത്തിനോട് പറയേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഏറ്റവും ഒടുവിൽ PCC വാങ്ങാൻ വേണ്ടി, ഈ തട്ടിപ്പൊക്കെ കഴിഞ്ഞ് PCC വാങ്ങാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇതൊരു തട്ടിപ്പാണെന്ന് അവർ മനസ്സിലാവുന്നത്. ഇപ്പോൾ അവർ പരാതി കൊടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അനുജ, അതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം. ഇത് ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വെർച്വൽ അറസ്റ്റ് എന്നൊരു കാര്യം നമ്മുടെ നാട്ടിലില്ല. അത് അങ്ങനെ ഒരു കാര്യം നിയമ സംവിധാനത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളത് എത്രയോ തവണ പോലീസ് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.